വിഷ്ണു തലവൂർ ചേരുകയാണ് ഒരിക്കൽ കൂടി വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി. വിഷ്ണു, നിലവിൽ CPM-ൻ്റെ നിലപാട് മതന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ എതിർക്കുന്നതാണ്. കോൺഗ്രസും സമാനമായ ഒരു പ്രസ്താവനയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. കോൺഗ്രസ് പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. DMK-യും സമാനമായ ആശയമാണ് പങ്കുവെക്കുകയും ചെയ്തത്. ഇവിടെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൽ പങ്കാളികളായ JDU-വും TDP മാത്രമാണ്. മറ്റെല്ലാ കക്ഷികളും ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. സമാജ്വാദി പാർട്ടി അടക്കം ബില്ലിനെ എതിർക്കുന്ന സാഹചര്യം. ഇവർ ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത്, ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ല. പക്ഷേ വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ നിരാകരിക്കുന്ന, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ, മത സ്വാതന്ത്ര്യത്തെ അടക്കം ഇല്ലാതാക്കുന്ന, കൈകടത്തുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം ഒറ്റക്കെട്ടാണ്. ഈ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുജു, തീർച്ചയായിട്ടും നിലവിൽ അത്തരത്തിൽ തന്നെയുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കക്ഷികളും ശക്തമായിട്ടുള്ള എതിർപ്പ് തന്നെയാണ് ബില്ലിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇന്ന് ബില്ല് അനുകൂലിച്ചുകൊണ്ട് TDP-യും അതോടൊപ്പം തന്നെ JDU-വും സഭയിൽ സംസാരിച്ചിരുന്നു. പക്ഷേ LJP ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ അറിയാൻ സാധിച്ച സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് LJP ബില്ല് ഈ ഒരു സാഹചര്യത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നത് LJP അത്ര കണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജു, ശരി. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ചു. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. CPIM, കോൺഗ്രസ്, DMK, NCP, സമാജ്വാദി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബില്ലിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിൽ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം.